കൃഷ്ണ ഗുരുവായൂരപ്പ, നമുക്കിന്ന് ഒരു ഗജേന്ദ്രമോക്ഷം ആ ഗജേന്ദ്രൻ്റെ ഒരു കഥ പറയാം. പാണ്ഡ്യരാജാവായിരുന്ന ഇന്ദ്രദ്യുമ്നനാണ്. അദ്ദേഹം വളരെ നല്ല ഭരണാധികാരിയായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പോയി. മലയപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ആശ്രമം കെട്ടി വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം അഗസ്ത്യ മഹർഷി ആശ്രമത്തിലെത്തി. ധ്യാനനിരതനായ രാജാവ് മഹർഷി വന്ന വിവരം അറിഞ്ഞില്ല. തന്നെ വിധിയാവണ്ണം സ്വീകരിക്കാത്ത രാജാവിന് മഹർഷി ശപിച്ചു. തന്നെ ധിക്കരിച്ച് ഇളകാതിരിക്കുന്ന ഇവൻ കാട്ടാല തലവനായി ആരോടും മിണ്ടാട്ടവും ഉരിയാട്ടവും ഇല്ലാതെ നടക്കട്ടെ എന്ന്. അങ്ങനെ ശപിച്ചിട്ട് മഹർഷി പോയി. പക്ഷേ ധ്യാനം ഉണർന്നപ്പോൾ ഭടന്മാർ പറഞ്ഞു ഇങ്ങനെ ശാപം കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ വേഗം ഓടി മഹർഷിയുടെ പിന്നാലെ ഓടിച്ചെന്ന് നമസ്കരിച്ചു. മഹർഷേ, ഞാൻ അറിയാതെയാണ്, ഞാൻ കണ്ടിരുന്നില്ല അങ്ങേന്നൊക്കെ പറഞ്ഞ് പശ്ചാത്തപിച്ച് പറഞ്ഞു. അറിഞ്ഞ ഞാൻ അത് ചെയ്യില്ലല്ലോ എന്ന്. അപ്പോൾ ആ പശ്ചാത്താപം തോന്നി മുനിക്ക്. അപ്പോൾ മുനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ശാപമോക്ഷം തരാം. ഈ ശാപം ദൈവഹിതാണ്. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ ദർശനം കിട്ടാൻ വേണ്ടിയാണ് ഈ ശാപം ഉണ്ടായത്. എല്ലാറ്റിനും കാര്യം കർമ്മമൊക്കെ ഉണ്ടാവുന്നത് ആ വിഷ്ണുവിൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിമിത്തമായിട്ട് ഞാനും നീയും മാറി എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാൻ നിന്നെ വന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മതയാനയായിട്ട് മാറിയ രാജാവ് കാട്ടിലേക്ക് ഓടിപ്പോയി. അവിടെ മറ്റാനകളുടെ തലവനാകി. കാരണം വലിയ ആ രാജാവിൻ്റെ ആ സ്വഭാവം അവിടെയും കാണിച്ചു നിർത്തും. മരശാഖകൾ ഒടിച്ചും ചീന്തി തിന്നും മണ്ണ് കുത്തി ആറാടിയും തടാകങ്ങളിൽ കുളിച്ചും കാട്ടിലങ്ങനെ വിളയാടി. ആനയായാലും അവന് മുൻപുണ്ടായിരുന്ന വിഷ്ണുഭക്തി നിലനിന്നു. അതുകൊണ്ട് തന്നെ പാപനാശിനികളായ തീർത്ഥങ്ങൾ കണ്ടാൽ അത് കുടിക്കും ചെയ്യും, തീർത്ഥത്തിൽ കുളിക്കും ചെയ്യും. അപ്പം ഇങ്ങനെ ഭൂപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ആനക്കൂട്ടം ത്രികുട പർവ്വതത്തിലെത്തി. ആ പർവ്വതത്തിൽ ഇരുമ്പ്, വെള്ളി, സ്വർണം എന്നിവയുടെ നിറങ്ങളിൽ 3 കൊടിമുടികളുണ്ട്. ചുറ്റും പാലാഴി യക്ഷകിന്നരന്മാർ ആനന്ദിച്ചുല്ലസിക്കുന്ന ദിവ്യപ്രദേശമാണ്. അതിൻ്റെ താഴ്വരയിൽ വരുണൻ്റെ ഹൃദുമത് എന്നു പേരുള്ള അതിമനോഹരമായ ഉദ്യാനമുണ്ട്. പക്ഷിമൃഗാദികൾ ഒന്നിച്ചുല്ലസിക്കുന്ന ആ ഉദ്യാനത്തിൽ ഒരു താമരപ്പൊയ്കയുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ഗജേന്ദ്രന് ആ പ്രദേശം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കാട്ടാനക്കൂട്ടം അവിടെ താമസം ഉറപ്പിച്ചു. ഒരു ദിവസം ആഹാരമൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ആനക്കൂട്ടം ആ താമരപ്പൊയ്കയുടെ അടുത്തെത്തി. ഗജേന്ദ്രന് അതിലൊന്ന് കുളിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അവൻ വേണ്ടുവോളം കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ കുളിച്ചു. അപ്പോൾ ആ താമര അങ്ങനെ എടുത്തിട്ട് ചുറ്റി പറിച്ചെടുത്ത് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു കൂറ്റം മുതല ആനയുടെ കാലിൽ പിടികൂടി. വേദന കൊണ്ട് ആന അലറി ചിഹ്നം വിളിച്ചു നോക്കി. ശക്തിയായി കാൽ കുടഞ്ഞു. മുതലയെ വേർപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അപ്പോൾ മറ്റാനകളൊക്കെ കൂടി സഹായിക്കാനൊക്കെ വന്നു. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കഥയിൽ പറയുന്നത് 1000 വർഷം അവർ തമ്മിൽ പിടിയും വലിയായിട്ട് കഴിച്ചു കൂട്ടിയതാണ്. അപ്പോഴാണ് പണ്ടത്തെ ആ ഒരു ഗജേന്ദ്രന് മഹർഷി കൊടുത്ത ശാപമോക്ഷം ഓർമ്മ വന്നു. അതാണ് വിഷ്ണുവിനെ ജപിച്ച സമയത്ത്, ആവശ്യമാകുന്ന സമയത്ത് വിഷ്ണു നമുക്കത് ഓർമ്മ തരുന്നു. അപ്പോൾ അങ്ങനെ ഒരു താമരപ്പൂവ് പറിച്ചെടുത്തു തുമ്പിക്കൈ കൊണ്ട്. എന്നിട്ട് നാരായണനെ സ്തുതിച്ചു. അങ്ങനെ ധാരാളം താമരപ്പൂക്കൾ കൊണ്ട് ഇങ്ങനെ സ്തുതിച്ച് ഭഗവാനെ ആരാധിച്ചു. അപ്പോൾ ആ ഭഗവാന്റെ ഭക്തൻ്റെ സ്തുതി കേട്ട് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ആ താമരപ്പൊയ്കയിലെത്തി. ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈ മാത്രം ജലനിരപ്പിന് മുകളിൽ കാണാമായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ മുതല കടിച്ചുകൊണ്ടേയിരുന്നു. ഭഗവാൻ ആനയെ മെല്ലെ കരക്കെത്തിച്ചു. അപ്പോഴും മുതലയുടെ പിടി മാറിയുന്നില്ല. ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് മുതലയുടെ കഴുത്തറച്ചു. അപ്പം അത് വേറൊരു ശാപത്തിൻ്റെ ഇതിലായിരുന്നു മുതലേ. അപ്പോൾ അതിമനോഹര വേഷധാരിയായിട്ട് ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരു ഗന്ധർവശ്രേഷ്ഠൻ മുതലയിൽ നിന്നും ആവിർഭവിച്ച് ഭഗവാനെ സ്തുതിച്ചു വാഴ്ത്തി. ദേവലമുനിയുടെ ശാപമേറ്റാണ് ഗന്ധർവൻ മുതലായി തീർന്നത്. ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് തന്നെ ആ ഗന്ധർവന് ശാപമോക്ഷം ലഭിച്ചു. ആ ഭഗവാന്റെ വാത്സല്യപൂർവമായ തലോടൽ കൊണ്ട് ഗജേന്ദ്രന് ശാപമോക്ഷം കിട്ടി. ഇന്ദ്രദ്യുമ്ന രാജാവായി വീണ്ടും തീർന്നു.
പക്ഷെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ദ്രദ്യുമ്നൻ വിഷ്ണുപാദം പൂകിയത്. ശരിക്കും പറഞ്ഞാൽ ആ അഹങ്കാരം വന്നത്, ആത്മജ്ഞാനം വരുന്നത് എല്ലാം ഇതിൽ കാണുകയാണ്. ഓരോ ഭാഗം വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിത ആയുസ്സിലെ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ഗജേന്ദ്രൻ സ്തുതിച്ച സ്തുതി ഇങ്ങനെയാണ്: ഓം നമോ ഭഗവതേ തസ്മൈ യത് ഏതച്ചിദാത്മകം പുരുഷയാദ്വിബീജായ പരേഷായ ബിഹി യസ്മിന്നിദം യതശ്ചേദം യേനേദം യ ഇദം സ്വയം യോയസ്മാത് പരസ്മാച്ച പാരസ്തം പ്രപദം. ഓം എന്ന നിഗൂഢമായ അക്ഷരത്താൽ സൂചിപ്പിക്കപ്പെടുന്ന ശരീരങ്ങളെ പ്രകൃതിയായി രൂപപ്പെടുത്തുന്ന, അവയിൽ പുരുഷനായി വസിക്കുന്ന സ്വയം പര്യാപ്തനായ ഭഗവാൻ, ഈ പ്രപഞ്ചം ഉത്ഭവിക്കുന്ന, വസിക്കുന്ന, യഥാർത്ഥത്തിൽ പ്രപഞ്ചം തന്നെയായ, എന്നാൽ അതിനുമപ്പുറമുള്ള, അതിൻ്റെ അവ്യക്ത കാരണമായ പരമമായ സർവശക്തനായ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ്. യ സ്വാത്മാനീതം നിജമായയാർപ്പിതം ക്വചിത്വാദം ക്വ ച തത്തിരോഹിതം അവിദക്ഷത തദീക്ഷതേസ ആത്മമൂലോദ്യവതു മാം പരാത്പരം. എല്ലാറ്റിനെയും സാക്ഷിയും തടസ്സമില്ലാത്ത അവബോധവും അവനാണ്. സ്വന്തമായ ശക്തി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ തന്നിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന അവൻ അതിൻ്റെ പ്രകടമായ അവസ്ഥയിൽ കാണുകയും അതിൻ്റെ കാരണാവസ്ഥയിൽ മറ്റുള്ളവർ കാണാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ രണ്ട് അവസ്ഥകളിലും അവൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ആത്മബോധമുള്ള അവബോധമാണ്. അവനിൽ നിന്നാണ് ആത്മബോധമുള്ള അവബോധത്തിൻ്റെ, ജീവൻ്റെ എല്ലാ കേന്ദ്രങ്ങളും ഉത്ഭവിക്കുന്നത്. അവനെക്കുറിച്ചുള്ള എല്ലാ ഉന്നതമായ മനുഷ്യ സങ്കല്പങ്ങളെയും മറികടന്ന് ഞാൻ ആ അസ്തിത്വത്തിൽ അഭയം തേടുന്നു എന്നാണ് ഗജേന്ദ്രൻ ആ മോക്ഷത്തിന് വേണ്ടിയിട്ട് ആ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇനിയും അതിൻ്റെ പ്രാർത്ഥനാശകലങ്ങൾ ഇനിയും കൂടുതലുണ്ട്. നമുക്ക് വീഡിയോ വല്ലാതെ നീണ്ടുപോകും. അപ്പോൾ അത് കാരണം നമുക്ക് എത്രയിൽ നിൽക്കുക. കാര്യം സത്യമായ അതിൻ്റെ ആ ഒരു ഏറ്റവും വേണ്ട ആ ഒരു കാര്യമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും അസ്തിത്വത്തിലുള്ള കാര്യങ്ങൾ കൂടി അതിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ മഹാവിഷ്ണുവിൻ്റെ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.